Assalamu alaikum. So, നമ്മുടെ ഇന്ന് റമദാൻ സീരീസ് തുടങ്ങുകയാണ്. ഇത് എപ്പിസോഡ് 1 ആണ്. സോ തുടർച്ചയായി ഇടുന്നൊന്നും പറയുന്നില്ല, ഇൻഷാ അല്ലാഹ് ആക്കുന്നതിന് ഇടാം. സോ ഇന്ന് ഞാൻ ആക്കാൻ പോകുന്നത് കായ്പോളയാണ്. സോ ഇത് മിക്സർ ഗ്രൈൻഡർ ഇല്ലാതെയും ചെയ്യുന്നുണ്ട്, മിക്സർ ഗ്രൈൻഡർ ഉണ്ടായിട്ടും ചെയ്യുന്നുണ്ട്. സോ അത് രണ്ടും സ്പ്ലിറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. സോ നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് we can go to the recipe. ഇവിടെ ഞാൻ 5 എഗ്ഗും കുറച്ച് നട്ട്സും ബനാനയും എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തത് ബദാം, റേസിൻസ്, കാഷ്യൂനട്ടാണ്. നമുക്ക് ആദ്യം ചീനച്ചട്ടി എടുക്കാം. ചീനച്ചട്ടിയിൽ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ എത്ര മെഷർമെൻ്റ് ഒന്നും പറയുന്നില്ല, പാം ഓയിൽ നമുക്ക് എത്ര വേണ്ടതെന്ന് അത്ര ഒഴിച്ചു കൊടുക്കാം. അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. ഇനി നമുക്ക് അതിലേക്ക് 2 ടീസ്പൂൺ ഓഫ് ഗീ ആഡ് ചെയ്യാം. ഓക്കെ, ഇത് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഗീ ആഡ് ചെയ്യുന്നത്. നമുക്ക് സ്റ്റവ് ഓണാക്കി കൊടുക്കാം. ഇനി ഇത് ചൂടായി വരട്ടെ ഈ ഓയിൽ. എന്നിട്ടാണ് നമ്മൾ അതിൽ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാൻ പോകുന്നത്. ബനാന, ആ എടുത്ത് വെച്ച 3 ബനാന നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ദെൻ നമുക്ക് അതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ആ ഓയിൽ ചൂടായിട്ടുണ്ട്, നമ്മൾ ചൂടായോ നോക്കിയിട്ട് വേണം ഈ ഒരു ബനാന അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ബനാന നമ്മൾ ഫ്രൈ ചെയ്യേണ്ടത് അതിൻ്റെ കളറ് മാറി വരുന്നവരാണ്. കൂടുതലായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ കളറ് മാറി നമുക്ക് തോന്നുമല്ലോ, ആ ടൈമിന് എടുക്കാം. ഓക്കെ, ആ ടൈമിന് ഞാനിവിടെ ബദം ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ചത് അതിൻ്റെ സ്കിന്ന് ഊരിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മുടെ ഫസ്റ്റ് ട്രാക്ക് ബനാന ഫ്രൈ ആയി വന്നിട്ടുണ്ട്. സെക്കൻഡ് ട്രാക്ക് നമ്മളിത് കഴിഞ്ഞാൽ ഇടാം. ഓക്കെ, സോ ഈ ഒരു കളറാവുമ്പോൾ, ഈ ഒരു ലൈറ്റ് ബ്രൗൺ അല്ലെങ്കിൽ ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ഫ്രൈ ചെയ്യുന്നത്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് സെക്കൻഡ് ട്രാക്ക് ബനാന ഇട്ട് കൊടുക്കാം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മുടെ നേരത്തെ ബനാന ഫ്രൈ ആയതുപോലെ തന്നെ ഈ ഒരു ട്രാക്ക് ബനാനയും ഫ്രൈ ആയി വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിടാം. സോ ഇതിപ്പം ഫ്രൈ ആയി വരുന്നുണ്ട്. ഇനി നമുക്കൊരു മിക്സർ ജാർ എടുക്കാം. അതിലേക്ക് നമ്മുടെ നേരത്തെ ആ 5 എഗ്ഗും പൊട്ടിച്ചിടാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. സോ 5 എഗ്ഗ് പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ആഡ് ചെയ്യാം, പാൽപ്പൊടി. അപ്പം ഞാൻ ഇതിലുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്യാം കേട്ടോ. എന്നിട്ട് 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. ഈ ഒരു സ്പൂണിലാണ് പഞ്ചസാര ആഡ് ചെയ്തത്, ഷുഗർ. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സ്പൂൺ കാണിച്ചത്. പിന്നെ ഈ ഒരു പിഞ്ച് ഓഫ് സാൾട്ട് ആഡ് ചെയ്യാം. പിന്നെ 1/2 ടീസ്പൂൺ കാർഡമം ആഡ് ചെയ്യാം. സോ ഞാൻ ഓൾറെഡി കാർഡമം ഇട്ടു, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നെയാണ്. കാണാമല്ലോ കാർഡമം ഇട്ടത്. ഇനി നമുക്ക് നമ്മുടെ മിക്സ് ചെയ്തതിന് ആ ബാറ്റർ ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. നമ്മൾ ആ ബാറ്റർ മിക്സ് ചെയ്തു കേട്ടോ, പോയിട്ട് ജസ്റ്റ് അടിച്ചു. എന്നിട്ടാണ് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബനാനയും നട്ട്സും ആഡ് ചെയ്യാം. ബദാം ഞാൻ ബോയിൽ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ സ്കിന്ന് ഇളക്കി കളഞ്ഞിട്ട് കട്ട് ചെയ്തു. പിന്നെ കാഷ്യൂനട്ടും റേസിൻസും ആഡ് ചെയ്തു. അതൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് എവിടെ എത്തൂല. ആകെ 2 സ്ഥലത്ത് ഉണ്ടെങ്കിൽ ഉണ്ടെന്നായി പോകും. സോ കട്ട് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും നട്ട്സൊക്കെ എത്തുള്ളൂ. ഇനി നമുക്ക് പാൻ എടുക്കാം. അതിലേക്ക് ഗീ ആഡ് ചെയ്യാം. ഗ്രീസ് ചെയ്യാണ് ചെയ്യുന്നത്, സ്റ്റവ് ഓൺ ആക്കിയിട്ടാണ് ഉള്ളത്. നമ്മുടെ ആ ഒരു ഗീ ആഡ് ചെയ്തിട്ട് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ആ ചെയ്ത് വെച്ച ബാറ്ററി ഇതിലേക്ക് ആഡ് ചെയ്യാം. സോ ശരിയാക്കണമെങ്കിൽ സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് ശരിയാക്കുക. എന്നിട്ട് താഴെ ഒരു പാന് വെക്കണം. അത് മറന്നു പോയത്, താഴെ ഒരു പാന് വെച്ചിട്ടാണ് നമ്മൾ ബാറ്റർ ഒഴിച്ച ആ ഒരു പാൻ മേലിലേക്ക് വെക്കുന്നത്. എന്നിട്ട് നമുക്ക് ടോപ്പ് ഇടാം. നമ്മുടെ വീഡിയോ എടുത്തത് മാറിപ്പോയത് കൊണ്ടാണ് ക്യാൻവാസ് ഇവിടെ മാറിയിട്ടുള്ളത്, സോറി. സോ നമുക്ക് അതിലേക്ക് നമുക്ക്
കാഷ്യൂ നട്ട് ഫുള്ളായിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. ഫുള്ളായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. കണ്ടോ, അങ്ങനെ എല്ലായിടത്തും കാഷ്യൂ നട്ട് വെച്ച് കൊടുക്കുക. അത് കുക്കായതിന് ശേഷം നമുക്കൊരു പാൻ എടുക്കുക. അതിലേക്ക് കുറച്ച് ഗീ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കായ്പോള ആ ഒരു പാനിൽ നിന്ന് മാറ്റിയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ടോപ്പ് ഭാഗം കുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. 20 മിനിറ്റ്സാണ് നമ്മൾ കുക്ക് ചെയ്യേണ്ടത്. പാനിലിട്ടിട്ട് സിമ്മിലാണ് കുക്ക് ചെയ്യേണ്ടത്. നമ്മൾ മിക്സർ ഗ്രൈൻഡർ ഇല്ലാതെയാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ബൗളെടുക്കുക. നേരത്തെ സെയിം മെഷർമെൻറ്റ്സ് തന്നെയാണ് നമ്മൾ ഇതിലും യൂസ് ചെയ്യുന്നത്. 5 മുട്ട എടുത്തു, എന്നിട്ട് അതിലത്ത് പൊട്ടിച്ചിട്ടു. എന്നിട്ട് നമ്മൾ പാലാണ് ഒഴിക്കുന്നത്, പാൽപ്പൊടിയുടെ പകരം. അപ്പോൾ പാലില്ലാത്തവർ പാൽപ്പൊടി നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് കലക്കിയിട്ട് നമ്മുടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നാണ്. നന്നായിട്ട് ബീറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു ബനാനയും പിന്നെ നമ്മുടെ നട്ട്സും കൂടി ആഡ് ചെയ്തിട്ട് നേരത്തെ സെയിം പ്രൊസീജിയർ തന്നെ ചെയ്യുക. ആദ്യം ഒരു ചെറിയ പാൻ വെക്കുക, എന്നിട്ട് ബാറ്റർ വെച്ച പാൻ അതിൽ വെച്ചിട്ട് 20 മിനിറ്റ്സ് കുക്ക് ചെയ്യുക, സിമ്മിൽ കുക്ക് ചെയ്യുക. സോ നമ്മുടെ കായ്പോള റെഡി ആയിട്ടാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ സെക്കൻഡ് ചെയ്ത പ്രൊസീജിയറും പിന്നെ ഇനി കാണിക്കാൻ പോകുന്നത് ഇത് നമ്മുടെ ഫസ്റ്റ് ചെയ്ത പ്രൊസീജിയറാണ്. മിക്സർ ഗ്രൈൻഡർ വെച്ചിട്ടാണ് ഈ ഒരു ബ്ലാക്ക് ചെയ്തിട്ടുള്ളത്, ബ്ലാക്ക് ആർട്ടറിയിലും. പിന്നെ സെക്കൻഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ളതാണ് മിക്സർ ഗ്രൈൻഡർ ഇല്ലാതെ. നല്ല ടേസ്റ്റാണ് കേട്ടോ തിന്നാൻ വേണ്ടിയിട്ട്. സോ നമ്മളെ കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. നമ്മുടെ ഫാമിലിയിൽ ന്യൂ മെമ്പർ ആണെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാലേ നമ്മളൊരു പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ. പിന്നെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പിക്ക് അയക്കാൻ മറന്നു പോകരുത്. ഹാവ് എ ബ്ലെസ്ഡ് ആൻഡ് ഹോപ്പ്ഫുൾ ഡേ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. റിസീൻ ഐഷ സൈനിങ് ഓഫ്.